നാമത്തിൽ എല്ലാവർക്കും സ്നേഹം. കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടി ഉണ്ടല്ലോ. നാം എവിടെയായിരുന്നാലും കർത്താവിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ആത്മാവിലുള്ള ദൈവീയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനും കർത്താവിനെ ഓട് ചേർന്നിരിക്കാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സദൃശ്യവാക്യങ്ങൾ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഞാൻ പൊതുവെ സദൃശ്യവാക്യങ്ങളെ കണ്ടിരുന്നത് ഒരു കുറെ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമായിട്ട് മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ അതിന് പുതിയ നിയമവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് അതിനെന്ത് മാത്രം ഉൾക്കാഴ്ച ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ പൊതുവെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു 30 ദിവസത്തെ ഷെഡ്യൂൾ ഇട്ട് കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഈ സദൃശ്യവാക്യം എന്ന് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പിള്ളേരൊക്കെ നല്ലതാകാനും നമുക്ക് അവരെ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാനും ഒക്കെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പം കുറെ നമ്മുടെ ജീവിത ശീലങ്ങൾ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് വളരെ നല്ല പുസ്തകം തന്നെയാണ്. തീർച്ചയായിട്ടും ശലോമോന് ദൈവം കൊടുത്ത ജ്ഞാനത്താൽ ഇത് എഴുതിയത് തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഇടകളിലൊക്കെ പഠിക്കുമ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് ഇത്രയും റെലവെന്റ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നത്തക്ക വണ്ണമുള്ള പല കാര്യങ്ങളും ഞാൻ കാണാനായിട്ടുള്ളത്. നമുക്ക് ഒരു വാക്യം ഞാൻ വായിക്കാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സദൃശ്യവാക്യങ്ങൾ അതിന്റെ 24-ാം അധ്യായം അതിന്റെ 30 മുതൽ 34 വരെയുള്ള വാക്യം. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി പോയി. അവിടെ മുള്ളു പടർന്ന് പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിൽ ഇടിഞ്ഞ് കിടക്കുന്നതും കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈ കെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. നമുക്ക് വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട സമയത്ത് ഇത് പഠിക്കാതിരുന്നതുമായ ഒരു വാക്യമാണ് ഇതൊക്കെ. കാരണം അതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നമ്മളിതൊക്കെ ഇങ്ങനെയൊന്നും ആകത്തില്ല. അപ്പോൾ നമ്മുടെ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു കാര്യം. ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു കാര്യം, നാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എത്രത്തോളം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം എത്രത്തോളം മുന്നേറാൻ ആഗ്രഹിച്ചു അതുപോലെ നമ്മൾ ആയിട്ടുണ്ടോ? എന്താ നമ്മുടെ ജീവിതത്തിനകത്ത് പലതും വരുന്നത്? ഞാൻ ഈ ഒരു ഉദാഹരണം, ഈ മടിയന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ മടിയൻ എന്ത് ചെയ്തിട്ടാണ് ഈ മുള്ളു പടർന്നു പിടിച്ചതും തൂവ നിറഞ്ഞതും അതിന്റെ കന്മതിൽ ഇടിഞ്ഞു പോയത്? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? മടിയൻ എന്ത് ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഒന്നും ചെയ്തിട്ടല്ല, ചെയ്യാതിരുന്നത് കൊണ്ട്. ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാ സംഭവിക്കാതെ. അവനൊന്നും ചെയ്തില്ലെന്നേ ഉള്ളു. ആള് നല്ല മനുഷ്യനാണ്, പക്ഷെ ചെയ്തില്ല. ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്നുള്ളത് മാത്രമേ. അവൻ മുള്ളു കൊണ്ടുവന്നിട്ടതല്ല. അവന് അങ്ങനെ മുള്ളു കൊണ്ടുവന്നിടുന്നവനായിരുന്നെങ്കിൽ അവൻ എന്നേ നന്നായി പോയനെ. കാരണം അത്രയെങ്കിലും ചെയ്യുന്നല്ലോ. അല്ലെങ്കിൽ കാട്ടുമൃഗമെങ്കിലും കയറാതെ വന്നേനെ. ഞാൻ പറഞ്ഞത് അവനൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കാണുന്നത്. അത് മാത്രമല്ല, അവൻ പറയുന്നത് കുറെ കൂടെ ഉറക്കം എന്ന് പറഞ്ഞാൽ ലിറ്റിൽ സ്ലംബർ എന്ന്. ലിറ്റിൽ സ്ലംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഉറങ്ങി. നമ്മൾ പറയത്തില്ലേ, ഞാനൊന്ന് കുറച്ചൊന്ന് ഉറങ്ങിക്കോട്ടെ. ഈ ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ കൈ എങ്ങനെയൊക്കെ കെട്ടി നമ്മൾ എപ്പോഴാണ് നിൽക്കുന്നത്? നമ്മൾ കൈ കെട്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോഴല്ലേ നമ്മൾ കൈ കെട്ടുന്നത്. കാരണം ഒരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കൈയൊക്കെ കെട്ടി നമ്മൾ നിൽക്കുന്നത്. കുറച്ചൊന്നും ഉറങ്ങുന്നതിനകത്ത് എന്താ കുഴപ്പമുള്ളത്? നമ്മൾ ആരും അങ്ങനെ ഉറങ്ങാത്തവരൊന്നുമല്ല.
എനിക്കങ്ങനെ തോന്നുന്നില്ല. അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരൊക്കെ നമ്മളെ മിടുക്കരായിട്ട് കണ്ടാലും നമ്മുടെ ഭാര്യമാരോടോ ഭർത്താക്കന്മാരോടോ ഒക്കെ ചോദിച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ കൈ കെട്ടുന്നവരും അത്യാവശ്യം കിടന്നുറങ്ങുന്നവരും ഒക്കെ തന്നെയാണ്. യുനോ വാട്ട്സ് ഹാപ്പനിങ്. ഇത് നമുക്ക് പുതിയ നിയമവുമായിട്ട് നമ്മളുമായിട്ട് ഇതിന് എന്താ റെലവൻസ് ഉള്ളത്? നമുക്ക് ഇതുമായിട്ടൊക്കെ വല്ല റെലവൻസ് ഉണ്ടോ? നമുക്ക് അതേപോലെ തന്നെ ഒരു മടിയനെ കുറിച്ച് പറയുമ്പോൾ ഇത് അവന്റെ മടിയുടെ കോൺസിക്വൻസസ് ആ പറയുന്നത്. ഒരു മടിയുടെ കോൺസിക്വൻസസ്, ഒരു മടിയൻ ചെയ്താൽ അവനക്ക് എന്തായിരിക്കും കോൺസിക്വൻസ് ഉണ്ടാകുന്നത്? ഒന്ന്, അവന്റെ മുള്ളു പടർന്നു പിടിച്ചിരിക്കും, തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കും, കന്മതിൽ ഇടിഞ്ഞിരിക്കും. അത് മാത്രമല്ല, അവന്റെ ദാരിദ്ര്യ വഴിപോക്കനെ പോലെയും ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. അപ്പൊ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്കതിന്റെ 26-ാം അധ്യായം നോക്കുമ്പോൾ ഒരു മടിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവന്റെ സ്വഭാവങ്ങളെ കുറിച്ച് വായിക്കുന്നത് ഒന്ന് നമുക്ക് വായിക്കാം. അതിന്റെ 13 മുതൽ 16 വരെ വായിക്കും. വഴിയിൽ കേസരി ഉണ്ട്, തെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കതക് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. ബുദ്ധിയോടെ പ്രതിവാദിപ്പാൻ പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. അപ്പോൾ മടിയനെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, മടിയൻ എപ്പോഴും പറയാൻ ഒരു എക്സ്ക്യൂസസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അവൻ വെളിയിൽ പോകാത്തത്? എന്തുകൊണ്ടാണ് അവൻ അധ്വാനിക്കാത്തത്? അവൻ അധ്വാനിക്കാത്തതിന് കാരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് സിംഹമുണ്ട്, കേസരി ഉണ്ടെന്ന് പറഞ്ഞാൽ സിംഹം ഉണ്ടെന്നാണ്. അത് ഇംഗ്ലീഷിനകത്ത് എഴുതുമ്പോൾ തെരുക്കളിൽ ഘോര സിംഹമുണ്ടെന്ന് എഴുതിയേക്കുന്നത്. സിംഹം മാത്രമല്ല, വളരെ ഘോരമായ സിംഹമുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, അവൻ പറയുന്നത് അവന് കതകിന്റെ ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. അത് നമുക്ക് ഇങ്ങനെ വേണേ പറയാം. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയിച്ചു, ഹി ലവ്സ് ഹിസ് കംഫോർട്ട് സോൺ. അവൻ്റെതായ ഒരു ആശ്വാസ മേഖലയുണ്ട്. ആ ആശ്വാസ മേഖലയിൽ നിന്ന് അവൻ മാറാൻ അവൻ തയ്യാറല്ല. നമ്മൾ ഈ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമുക്ക് ഇന്നും നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ആശ്വാസ മേഖലയിൽ നിന്ന് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത്. അവന്റെ ആ ചുഴിക്കുറ്റി കിടന്ന് കറങ്ങുന്നത് പോലെ നമ്മൾ വിചാരിക്കും, ദൈവമേ, ഈ ഹഡ്സൺ ടൈലറും ഈ ഡേവിഡ് ലിവിങ്സ്റ്റണും ഈ മിഷണറിമാരുടെ ഒക്കെ ചരിത്രമൊക്കെ വായിച്ച് നമ്മൾ കോരിത്തരിക്കുകയല്ലാതെ നമ്മളാരും ഈ മിഷണറിമാരെ പോലെ എടുത്ത് ചാടുന്നുമില്ല. അവരാരും പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കത്തുമില്ല. അവരാരും മുന്നോട്ട് പോയത് പോകത്തുമില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയും ചില കൺവെൻഷനൊക്കെ നടത്തി നമ്മളിങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നതല്ലാതെ, നമ്മൾ ഈ പറയുന്നതൊക്കെ വായിച്ചിട്ട്, ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് സെന്റ് പാട്രിക് എന്ന് പറഞ്ഞൊരു മിഷണറിയുടെ, ഞാൻ ഇന്നലെ വായിച്ചു. അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയതല്ലാതെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാനും വല്ല ആദിവാസികളുടെ അടുത്ത് പോയി പ്രവർത്തിച്ചേക്കാന്നൊന്നും തീരുമാനിച്ച് ഞാൻ അവിടെ ഇരിപ്പില്ല. ഞാനിന്ന് നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ആരും ഇവിടെ നിന്ന് ഇറങ്ങാനൊന്നും പോകുന്നില്ല. നമുക്ക് ഇതുപോലെ നമ്മൾ ഇറങ്ങാത്ത കുറെ മേഖലകളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിനകത്താണെങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്താണ് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കൊരിന്ത്യരെ കുറിച്ച് പൗലോസ് പറയുന്നത്, നിങ്ങളോട് ജഡീകന്മാരോടൊന്ന പോലെ ഞാൻ സംസാരിച്ചത്. നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ നിങ്ങൾ നടക്കുന്നു, അവരെ പോലെ ചിന്തിക്കുന്നു. അതൊക്കെയാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം സഭയിലെ അന്നത്തെ കൊരിന്ത്യരുടെ വിശ്വാസികൾ പലരും ദ്രവ്യാഗ്രഹികളായി, അവർ പലരും ദുർനടപ്പുകാരായി, അവർക്ക് വിഗ്രഹാർപ്പണം തിന്നുന്നവരെ, അവരും ലോകമനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസവുമില്ല. ആ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കൊരിന്ത്യരെക്കാളൊക്കെ എത്ര ഫാർ ബെറ്റർ ആയിട്ടുള്ള മനുഷ്യരാണ്. നമ്മൾ വളരെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇടകളിൽ അങ്ങനെ ശ്രുതി കേൾക്കുന്ന കുറവാണ്. ഇപ്പം പിന്നെ ബന്ധുക്കോസുകാരുടെ ഇടയിൽ ഇതൊക്കെ ശ്രുതി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഒരു സമയത്തൊന്നും അങ്ങനെ ഒരു ശ്രുതി കേൾക്കത്തില്ല. എന്നാലും ഒരു സോക്കോൾഡ് ഒരു പെൻഡക്കോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണ അവരങ്ങനെ അല്ല ഉള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷനൊന്നും അങ്ങനെയൊന്നും അല്ല. അവർ വളരെ കുറച്ചും കൂടെ ആനുകാലിക ലോകത്തോട് ചേർന്ന് നടക്കുന്നത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ഇച്ചിരി ഒന്ന് കുടിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ നമ്മുടെ ഇടകളിലും ആയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയിൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത്, US-നകത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് നടത്തിയ ഒരു ബാറ് ഉദ്ഘാടനം ചെയ്തത് പാസ്റ്റർമാരാണ്, പ്രാർത്ഥിച്ച് അത് തുടങ്ങിയത്. അപ്പോൾ അത്രത്തോളമൊക്കെ നമ്മൾ വളരെ
വളരെ ഒരു ഉന്നത നിലവാരത്തിലൊക്കെ എത്തിയേക്കാണ്. അത്യാവശ്യമൊക്കെ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനൊക്കെ നിൽക്കാനായി അവിടെ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളൊരു ഒരു ഒരു നിലവാരത്തിലേക്ക് ഇപ്പം ഇതിലൊക്കെ പോവുകയാണ്. പക്ഷേ അതിനേക്കാളും ഗ്രേവ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. നമ്മുടെ ഗ്രേവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് പ്രശ്നമായിട്ട് നമുക്ക് തോന്നാൻ പോകുന്നത് നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ആകുമെന്നുള്ളത് ഞാൻ വളരെ ഭയത്തോടെ പറയുന്നത്. കാരണം എൻ്റെ ഹൃദയത്തിനകത്ത് ആ ഒരു ഭയം എനിക്കുണ്ട്. കാരണം നമുക്കറിയാം പൗലോസ്ലീഹ പറയുന്നത് ഇഷ്ടംപോലെ ചെറിയ ചെറിയ ലോക്കൽ സഭകൾ സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കുറഞ്ഞ കാലയളവിനകത്ത് സ്ഥാപിച്ച ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ കാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അപ്പൊ പൗലോസിനോട് നമ്മൾ ഇത്രയും സഭകൾ സ്ഥാപിച്ചല്ലോ, ഇത്രമാത്രം വിശുദ്ധരായ അങ്ങേക്ക് എന്താ ഇനിയും ഈ പരമവിളിയുടെ വിരുദിലേക്ക് ഇനി ഓടാനും മാത്രം എന്താ ഉള്ളത്? നിങ്ങൾ ഈ മരണത്തോടൊക്കെ അനുരൂപപ്പെടുന്നെന്നും ഈ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണമെന്നൊക്കെ പറഞ്ഞ് വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്താ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? ഇനി അങ്ങനെ വല്ലതും അങ്ങനെ ഒരു പദവി എന്താണുള്ളത്? താങ്കൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയ വ്യക്തിയല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ തികഞ്ഞവരെന്ന് നിരൂപിക്കുന്നില്ല, ഞാനും പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് അങ്ങനെ ഒരു തികവിന്റെ ഒരു അനുഭവം ഉണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ തികയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ തികഞ്ഞവനെന്ന് നിരൂപിക്കുന്നില്ല, അങ്ങനെ ഒരു തികവ് എനിക്കുണ്ടായിട്ടില്ല, അങ്ങനെ ഒരു തികവ് നമുക്കൊരു പക്ഷേ ഭൂമിയിൽ ഉണ്ടാവുകയാണെന്ന് അറിയത്തില്ല, പക്ഷെ ആ തികവിൽ നമുക്ക് നടക്കാൻ കഴിയും എന്ന് പൗലോസ് വളരെ 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 വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു. കാരണം നിങ്ങൾ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ തികവെന്ന് പറയുന്നത് ഒരു ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനപ്രകാരമുള്ള വളർച്ച പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ചില രൂപാന്തരവും അദ്ദേഹത്തിന്റെ ചില നിലപാടുകളുമാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അപ്രകാരം നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. നമുക്കറിയാം അത് ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ഈ മടിയോടുള്ള പ്രതിപാദിച്ച് പറയുന്ന ഒരു ഭാഗം, അത് മടിയെക്കുറിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് അവിടെ നിന്ന് വായിക്കുന്നില്ല, പക്ഷെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയാൽ ഈ ഭാഗങ്ങളുമായിട്ട് വളരെ ബന്ധമുള്ള വാക്യങ്ങളുണ്ട്. ഞാനതൊന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം. അതിന് 8 മുതലുള്ള വാക്യം. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവൻ. മതി. ഈ തുടർന്ന് താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം എനിക്ക് തോന്നി ഈ വായന എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ദൈവവചനം എനിക്ക് തോന്നുന്നു വായിച്ച് കേൾക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളിത് വായിച്ചു, നമുക്കറിയാം ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം, ഇങ്ങനെയുള്ള ലേഖനങ്ങൾ സഭയിൽ വായിക്കാൻ വേണ്ടി എഴുതിയ ലേഖനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധയോടെ നമ്മളൊന്ന് വായിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും അത് കടന്നു ചെന്ന് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ സഭയോട് പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന്. നമുക്കറിയാം ഇതൊരു ചാക്രിയ ലേഖനം. ചാക്രിയ ലേഖനം എന്ന് പറഞ്ഞാൽ ഓരോരോ സഭകളിൽ ചെല്ലുമ്പോൾ ഇത് വായിക്കാനുള്ള ലേഖനമാണ്. ഇത് കേവലം എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയ ലേഖനമല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം കൊരിന്ത്യർക്ക് മാത്രം എഴുതിയ ലേഖനമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഗലാത്യയിലെ പ്രശ്നങ്ങളെ വെച്ച് എഴുതിയ ലേഖനമാണ്. എന്നാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അങ്ങനെ എഴുതിയ ലേഖനമല്ല. ഇവിടുത്തെ പ്രത്യേകിച്ച് ആസിയയിലുള്ള സഭകളോടുള്ള ബന്ധത്തിൽ ആസിയയുടെ ഓൾമോസ്റ്റ് ഒരു മെയിൻ സെന്റർ ആയിരിക്കുന്ന എഫെസോസിലേക്ക് അത് എഴുതിയത് മറ്റുള്ള ഇടങ്ങളിലേക്കും അത് കൊടുക്കാനുള്ളത്. നമുക്കത് അങ്ങനെയുള്ള റെഫറൻസസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഞാനത് എടുക്കാൻ സമയം എടുക്കുന്നില്ല. കാരണം അങ്ങനെ എഴുതിയ ഈ ലേഖനം എന്തുകൊണ്ട് ഇത് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമക്കൾ അന്ന് ആസിയയിലുള്ളവർ പൗലോസ് ഇത് എഴുതുമ്പോൾ പൗലോസ് നോക്കുമ്പോൾ they are walking like the people of this world.
എങ്ങനെ? ഏത്? ഒന്ന് പല രീതിക്കകത്തുണ്ട്. ഇപ്പൊ നമുക്കൊരു റെഫറൻസ് ഞാനത് നിങ്ങളോട് പറയാം. ഇപ്പൊ എഫെസോസിലെ സഭകളോട് പറയുമ്പോൾ തന്നെ 5-ാം അധ്യായത്തിനകത്ത് അതിന്റെ 22-ാം വാക്യം നമ്മുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് മാത്രമല്ല വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മൾ ശേഷം മനുഷ്യരെ പോലെ ആകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും അതുപോലെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു സംതൃപ്തി നമ്മൾ അടയാറുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതൊരു ഞാൻ മാത്രമാണ് സ്നേഹിക്കുന്നത്. എന്നെക്കാളും നന്നായിട്ട് സ്നേഹിക്കുന്ന, എന്നെക്കാളും നന്നായിട്ട് തൻ്റെ ഭാര്യയെ കരുതുന്ന എത്രയോ ഭർത്താക്കന്മാർ ഈ ലോകത്തുണ്ട്. അത് നമ്മുടെ ഒരു ധാരണയാണ്. ഞാൻ ഒരിക്കലും ഏതൊരു പത്രത്തിനകത്ത് നോക്കിയപ്പോൾ ഒരു DYSP അദ്ദേഹത്തിന്റെ ഭാര്യ വീൽ ചെയറിലാണ്. എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം എല്ലാ തൻ്റെ പ്രോഗ്രാമുകൾക്ക് തൻ്റെ ഭാര്യയെ കൊണ്ടു. ഈ വീൽ ചെയറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കസാരയെ വെക്കുന്നതും ആ ഭാര്യയെ അവിടുന്ന് കസാരയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതും എല്ലാം ആ മനുഷ്യനാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അദ്ദേഹം ഒരു വിശ്വാസിയായ മനുഷ്യനൊന്നുമല്ല. നമ്മൾ വിചാരിക്കരുത്, നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും അങ്ങനെ നോക്കുന്നവരൊന്നുമല്ല. നമുക്ക് അതിന് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന കർത്താവിനെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ അത്രമാത്രം ഭാര്യയെ സ്നേഹിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വലിയ ഭക്തരാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഭാര്യമാരും അത് മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇതിനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏരിയയിലൊക്കെ നമ്മൾ ആരാന്നറിയാവോ? ഈ മടിയനാന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള ഭാഗത്ത് നമ്മളൊന്നും ചെയ്യല, കൈകെട്ടി ഇങ്ങനെ നോക്കിയെന്ന് വെച്ചും ഇങ്ങനെയൊക്കെ പോട്ടെ, കർത്താവേ സ്തോത്രം. പിന്നെ ബ്രദറെ, കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എൻ്റെ ബ്രദർ? ഒരു അഡ്ജസ്റ്റ്മെന്റാ. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റാ. പണ്ട് നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, ഈ ഭാര്യയും ഭർത്താവും കൂടെ നമ്മളിങ്ങനെ വീട്ടിൽ വഴക്കുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഗസ്റ്റ് വരുമ്പോൾ നമ്മളെല്ലാവരും നല്ല ഹണിമണിയായിട്ടൊക്കെ നമ്മളൊക്കെ നിന്ന് സ്തോത്രമൊക്കെ പറഞ്ഞ്, പാസ്റ്റർ വരുമ്പോൾ ഒരു സ്തോത്രാഴ്ചയൊക്കെ കൊടുത്ത് പാസ്റ്റർ വിട്ട് കഴിയുമ്പോൾ പാസ്റ്ററും പറയുമ്പോൾ കുടുംബങ്ങളെല്ലാം വളരെ അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ധരിച്ച് നമ്മളിങ്ങനെ ജീവിച്ചു പോകും. That is an ordinary life. That is not an spiritual life. That is not an heavenly life. കർത്താവ് സ്വർഗത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നത്, ഈ അപ്വേർഡ് കോളിംഗ് എന്ന് ഞാൻ പറയാൻ കാരണം, സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് സ്വർഗീയമായിരിക്കുന്ന നിലവാരത്തിൽ ജീവിക്കാനാണ് വന്നത്. സ്വർഗീയമായിരിക്കുന്ന ചിന്തകൾ ഉള്ളവരായി മാറാനാ ദൈവം നമ്മളെ വന്നത്. ദൈവം സ്വർഗത്തിന്റെ ആ സിസ്റ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടത്. നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്നുള്ള വാക്യം നമുക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ നമുക്കിട്ട് നല്ല പാര പണിതിട്ടുള്ളവര് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്? ആ നെഞ്ചത്തോട്ട് കൈവച്ച് നമുക്ക് പറയാൻ പറ്റും, എൻ്റെ ബ്രദറെ, എനിക്ക് ഈ രാവും പകൽ ഈ സ്നേഹം കൊണ്ട് ഞാൻ പൊറുതിമുട്ടിയിരിക്കുകയെന്ന് നമ്മൾ ആരെങ്കിലും പറയൂ? പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഞാൻ പറയാം അത് നമ്മളൊക്കെ പറയുന്ന കാര്യം, എനിക്ക് അവനോട് യാതൊരു പ്രയാസവും ഇല്ല. അതാ പറഞ്ഞത്, ശരിയാണത്. നമുക്ക് അവരോട് യാതൊരു പ്രയാസവും ഇല്ല. പിന്നെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരും, അത് വേറെ കാര്യം. എന്നാൽ പോലും അതങ്ങോട്ട് സ്വത്രം പറഞ്ഞ് നമ്മളിങ്ങനെ അത് കൂടിപ്പോയാൽ നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തി അതൊന്ന് പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ചെയ്യുന്നത്. വി ഗോ ഇൻ മച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്. സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ക്രൂസ് തന്നെ ഏതാ വലിയ പ്രശ്നം ഉണ്ടാകേണ്ടതായിരുന്നു എൻ്റെ ബ്രദറെ, ഞാനത് കർത്താവിൽ ആശ്രയിച്ച് പിടിച്ചു നിന്നതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രൂസിന്റെ വലിയ സാക്ഷികളായിട്ട് മാറും. വി ഡോണ്ട് ഗോ ഫർദർ. നമ്മൾ അതിനപ്പുറത്തോട്ട് പോകാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ ചില സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് തന്നെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി വെച്ചിരിക്കുന്നത്.
നമുക്ക് ശരിക്കുമുള്ള ഒരു അബണ്ടൻസിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാതെ വി ആർ ലൈക്ക് ദാറ്റ് ലേസി മാൻ. നമുക്കറിയാം, നമ്മൾ ഈ സദൃശവാക്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമ്മൾ പിള്ളേരോട് പറയുന്നത് എന്നാന്ന് പറയാം, മോനെ നല്ലതായിട്ട് പഠിക്കണേ, ഇതേ അവന്റെ ആ മുന്തിരിത്തോട്ടം കണ്ടില്ലേ, കന്മതിലെല്ലാം ഇടിഞ്ഞു പോയി, തൂവയെല്ലാം നിറഞ്ഞ്, അതുകൊണ്ട് നീ നല്ലതായിട്ട് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വളരണം. അത് അവനോട് പറയേണ്ട കാര്യമില്ല. പട്ടിണി കിടക്കുമ്പോഴെങ്കിലും അവന് ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളൊന്നുമില്ലെങ്കിൽ പ്രാർത്ഥിച്ചാണെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മളാണ് നടത്തും. ബാക്കിയുള്ളവരെ പോലെയല്ല, നമ്മൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ പ്രാർത്ഥിച്ചെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കമൊന്നും വരുത്തൊന്നുമില്ല. പക്ഷെ വേർ വി ഫെയിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ, നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന മേഖലകളിൽ, സ്വർഗത്തെ വെളിപ്പെടുത്തുന്ന മേഖലകളിൽ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ? നമ്മൾ ആ കാര്യത്തിൽ ദൈവസന്നിധി നമ്മുടെ ഹൃദയം വാസ്തവമായി നുറുങ്ങിയിട്ടുണ്ടോ? ഞാൻ ഈ ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 1-2 വാക്യങ്ങൾ വായിക്കാം. ലേവ്യ പുസ്തകം അതിന്റെ എനിക്കൊന്ന് 19-ാം അധ്യായം. അതിന്റെ 18-ാം വാക്യം. പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പകവെക്കരുത്, കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു, നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. മതി. അവിടെ നമ്മൾ ശ്രദ്ധിച്ച പ്രതികാരം ചെയ്യരുത്. അപ്പൊ നമുക്ക് ആ വാക്യം നമ്മൾ ഓരോന്ന് നോക്കുമ്പോൾ പ്രതികാരം ചെയ്യരുത്. അതെ, എനിക്ക് ആരോടും ഒരു പ്രതികാരവും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ചെയ്യുന്നു. പിന്നെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്. പക ഞാൻ അങ്ങനെ വെക്കാറില്ല, ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുമെന്ന് മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അടുത്ത വാക്യമാണ് നമ്മുടെ പ്രശ്നം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട്ടുകാരനെ എന്ത് ചെയ്യണം? നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പഴയ നിയമത്തിന്റെ വാക്യമാണ് നമ്മൾ ഓർക്കുന്നത്. കൂട്ടുകാരനെ എങ്ങനെ സ്നേഹിക്കണം? ഞാൻ ചോദിക്കട്ടെ, എന്നെ പോലെ എൻ്റെ ഭാര്യയെ ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, പിന്നെയാണ് അയൽപക്കക്കാരനെ സ്നേഹിക്കുന്നത്. അത് എന്നെ പോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ വല്ല വഴക്കുണ്ടാവുമെന്ന്? ഒരു വഴക്കുണ്ടാകത്തില്ല. ഈ മടിയന്റെ തോട്ടത്തിൽ തൂവ നിറഞ്ഞത് എങ്ങനെയാന്ന് അറിയാവോ? ഈ മടിയന്റെ തോട്ടത്തിൽ എങ്ങനെയാണ് ഈ മുള്ളു കയറിയെന്ന് അറിയാമോ? ഇതെല്ലാം ഉണ്ടായതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മള് മുന്നിലല്ല. നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രധാനമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അത് പരീക്ഷന്മാരും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, അല്ലെ? ന്യായപ്രമാണം അനുസരിക്കുന്നതിന് വരെ ന്യായപ്രമാണം കണ്ണേലും കാതയിലും എവിടെയെല്ലാം കെട്ടിക്കൊണ്ട് നടക്കാം, അതെവിടെയെല്ലാം കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. അല്ല, നമുക്കും അതങ്ങനെ. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ ഉദാഹരണം പറയാം. ഇപ്പൊ ചർച്ചില് പിള്ളേരാരെങ്കിലും മൊബൈൽ എടുത്തുകൊണ്ട് വരിക എന്ന് വെച്ചാൽ ബൈബിളിന് പകരം നമ്മൾ എന്തോ പറയും, എടാ പുസ്തകം എടുത്തുകൊണ്ട് വരണം, അല്ലാതെ മൊബൈൽ എടുത്തുകൊണ്ട് വരണം. അവൻ ബൈബിൾ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് സമാധാനം. അവൻ ബൈബിൾ ആചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. നമ്മൾക്ക് ഒരു ഹോളിനെസ് എന്ന് നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്നും വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊക്കെ ഇപ്പൊ ലീഗലി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനടുത്ത് ബൈബിൾ കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. അതല്ലേ ശരി തന്നെയാ. പക്ഷേ അവർ റിയൽ ഒബ്സർവേഷൻ ഈസ് പെരിഫറൽ. നമ്മൾ ഇങ്ങനെ ഒരു ഒബ്സർവേഷന് നമ്മൾ പോവുകയാണെങ്കിൽ വി ബിക്കം എന്ന് പറഞ്ഞാൽ റിച്വലിസ്റ്റിക് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ ചെയ്യേണ്ട കാര്യത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മൾ കർത്താവ് നടന്നതുപോലെ നമ്മൾ നടക്കുന്നുണ്ടോ? കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്കൊരു ഇംഗ്ലീഷിനകത്ത് ഒരു നോവലുണ്ട്, ഞാനത് മറന്നുപോയി അതിന്റെ ആ ശരിക്കും പേര്. അതിനകത്ത് ആ ഒരു നോവല് അതിനകത്ത് ഇതിവൃത്തമത്താണ്. അതായത് ഒരു ചർച്ചിൽ റിവൈവൽ ഉണ്ടായതിന് കാരണം പാസ്റ്റർ ഒരു ദിവസം പാസ്റ്റർ ഉണ്ടായ ഒരു തോട്ടാണ്. അതായത്
ഞാൻ ഈ ചെയ്യുന്നത് യേശുവായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത സഭയിൽ അദ്ദേഹം ചിന്ത ഷെയർ ചെയ്തിട്ട് ആ ദേശത്തിനുണ്ടായ ഒരു റിവൈവലിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ മറന്നുപോയിരുന്നു പേര്. ഞാൻ ചെയ്യുന്ന സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ, അല്ലേ, ഞാൻ ചെയ്യുന്ന ജോലി സ്ഥലത്ത് എൻ്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ, ആ പേഷ്യൻസിനെ നോക്കുമ്പോൾ, ഞാൻ മാനേജറായിട്ട് ഇരിക്കുമ്പോൾ, ഞാൻ കുടുംബത്തിൽ, അതുകൊണ്ടാണല്ലോ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇത് ഞാൻ ക്രിസ്തുവിനെ സഭയെ കുറിച്ച് എത്രയാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും കർത്താവിൻ്റെ ആത്യന്തികമായിട്ട് സഭയുടെ ഒരു ശരിക്കും ലൈഫ് വരുന്നത് ശരിക്കുമുള്ള അതിൻ്റെ അകത്തെ മഹിമ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ റിഫ്ലക്ഷനാണ് സഭയുടെ മഹിമ എന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പടി ചെയ്യുന്ന ഒരാളോട് ഞാൻ ഒരു വിശ്വാസിയായിട്ടൊരു സഹോദരനോട് പറഞ്ഞു, സഹോദരൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതൊരു തെറ്റായ കാര്യമല്ല ഇങ്ങനെ ചെയ്യും, ഇത് ബ്രദറിന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ആത്മീയ ജീവിതവും ഈ തൊഴിലും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഈ തൊഴിൽ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചാലും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഫുള്ള് നന്നായിട്ടാണ് പോകുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് കൊള്ളാമല്ലോ, ആത്മീയത്തിന് ഒരു കുറവില്ല. തൊഴിൽ മേഖലയിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അത് ഇപ്പൊ എനിക്ക് ഇങ്ങനെയായേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇതുപോലെ തന്നെ കുടുംബജീവിതത്തിനകത്ത്, നമുക്ക് കുടുംബജീവിതത്തിനകത്ത് നമ്മൾ ഇതേപോലെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ മറ്റുള്ള പല മേഖലകളിലും ആ ദൈവപുത്രൻ എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് ഈ താണഭൂമിയിലേക്ക് വന്നത്? നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, തൻ്റെ സ്വഭാവത്തോട് അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തോട് അനുരൂപപ്പെടുത്താനും കൂടി ആയിട്ടാണ്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളതല്ല, നമ്മൾ സ്വർഗീയന്മാരാക്കുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിച്ചത്. ഈ കാര്യത്തിൽ നമ്മൾ ലേസിയാകരുതെന്ന് പറയാനാണ് ഞാൻ ഉത്തരം. ഈ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ കൈകെട്ടി കിടക്കരുത്. ഈ കാര്യത്തിൽ നമ്മൾ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ടിരുന്നാൽ, നോക്കി ഇവിടെ എഴുതിക്കുന്നതാണ്, നിന്നെപ്പോലെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. നീ എങ്ങനെ നിന്നെ സ്നേഹിക്കുന്നോ അതുപോലെ നീ കൂട്ടുകാരൻ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ബുദ്ധിമുട്ട്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഞാൻ ഓർക്കും. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മയും അപ്പനും ഞങ്ങൾ ഒരുമിച്ച് ഒരേ കട്ടിലേക്ക് കിടന്നുറങ്ങുക. അപ്പോൾ അമ്മ കിടക്കുന്നു, അതിനിപ്പുറത്ത് ഞാൻ കിടക്കുന്നു. അത് കഴിഞ്ഞ് അതിനപ്പുറത്ത് വശം ഞാൻ നടുക്ക് കിടക്കുക, അപ്പൻ്റെ അമ്മയുടെ നടുക്കാണ്. ഇത്തിരി വർഷങ്ങൾ മുമ്പാണ് സ്കൂളിൽ പഠിച്ചു കിടന്നത്. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് കിടക്കുക, എനിക്ക് ഉറക്കമൊന്നും വരുന്നു. അപ്പം എൻ്റെ പപ്പായ്ക്ക് ചെറിയ ഒരു അസ്വസ്ഥതയാണ്, നെഞ്ചുവേദന, എന്തോ ഒരു അസ്വസ്ഥത വന്നപ്പോൾ കണ്ണു തുറന്ന് ഞാൻ നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നിരുന്ന മമ്മി പടേന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വെച്ച് എൻ്റെ പപ്പായുടെ നെഞ്ച് കൈവച്ച് തീരുമാനമായിട്ട്. ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്ന കാര്യം, ഇപ്പൊ ഞാൻ വിചാരിച്ചു മമ്മിയുടെ ഉറക്കത്തിൽ പോലും എൻ്റെ അപ്പനെ കുറിച്ചുള്ള ചിന്തയും കൊണ്ടാണല്ലോ നടക്കുന്നത്. ഞാൻ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചു, എന്നിട്ട് ഞാനിത് കണ്ടുകൊണ്ടായിരിക്കുന്നു. എനിക്ക് ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ചൊന്ന് അമ്മയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പേ തന്നെ അമ്മ ചാടി എഴുന്നേറ്റ് ഞാൻ ഓർക്കും. ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ അർത്ഥം, നമ്മുടെ ഉള്ളിൽ ശരിക്കും നമ്മളെപ്പോലെ തന്നെ നമുക്ക് നമ്മുടെ അയൽക്കാരെ, നമ്മുടെ കൂട്ടുകാരെ നമുക്ക് വാസ്തവമായി നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെപ്പോലെ സ്നേഹിക്കാൻ കഴിയാത്തതിന് കാരണം? നമുക്ക് നമ്മളെപ്പോലെ സ്നേഹിക്കാൻ കഴിയാത്തതിന് കാരണം ഇതേപോലെ ഒരു നിഷ്ക്രിയത്വം നമുക്ക്, അല്ലെങ്കിൽ ഒരു അലസത, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു സെൽഫിഷ്നെസ്, ഒരു സ്വാർത്ഥത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗ്രസിച്ചിട്ടുള്ളതായിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന ഇതേപോലെ തന്നെ നമുക്കറിയാം, അതിനൊരു കാരണമുണ്ട്. അതിന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാം. അതിന് എന്തുകൊണ്ട് അങ്ങനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത്?
ഞാൻ യഹോവയാകുന്നു എന്നുള്ളതാണ്. ഐ ആം ദ ലോർഡ്. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം പറഞ്ഞതിന്റെ അർത്ഥം ഒരു ദൈവപുത്രനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനത്തിലെ വളർച്ച. അതാണ് പൗലോസ് പറഞ്ഞത്, എനിക്കൊന്ന് അവനെ ഒന്ന് അറിയണം, എനിക്ക് അവനെ ഒന്ന് വേണം. നമുക്ക് ഈ സദൃശവാക്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം, പരിജ്ഞാനം, വിവേകം, ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ നമുക്ക് പിന്നെയും 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 കാണാം. ഈ ജ്ഞാനം എന്നൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഉദാഹരണം നമുക്ക് സാധാരണ പിള്ളേരോട് പറയുന്ന ഒരു വാക്യമാണ്. അത് അതിനകത്ത് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ശരിയായെന്ന് തോന്നുന്നത് വരത്തില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയാനാണെങ്കിൽ നമ്മൾ സാധാരണ പറയാം യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അവയെ ആചരിക്കുന്നവർക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെക്കാളും ബുദ്ധി കൂടുതൽ ലോകത്തിലെ മനുഷ്യർക്ക് തന്നെ. നമ്മുടെ ഇടയിൽ എത്ര പേരുണ്ട് ജ്ഞാനികളായിട്ടുള്ളത്? നമ്മുടെ ഇടയിൽ എത്ര പേരുണ്ട് ബുദ്ധിമാന്മാരായിട്ടുള്ളത്? പൗലോസ് പറയുന്നത് വളരെ കുറച്ചു പേരെ ഉള്ളതായിരിക്കും. പിന്നെ എന്താ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കാം? നമ്മുടെ ഇടയിൽ കുഞ്ഞ് പരീക്ഷയ്ക്ക് പാസ്സായാൽ തന്നെ പറയുന്നു അതോ വെറുതെ ഒന്നുമല്ല, അവന് ഉപസിച്ച് പ്രാർത്ഥിച്ച് ദൈവം അവന് അത്ഭുതകരമായിട്ട് കൊടുത്ത വിടുതലാണ് നമ്മൾ. അപ്പൊ അയൽവക്കത്തെ വീട്ടിലെ റാങ്ക് എടുത്തവന്റെ കാര്യമോ? അതിനെക്കുറിച്ച് നമ്മളൊന്നും മിണ്ടിയല്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ലേ? ഞാൻ ഈ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളെ വിട്ട് നമ്മൾ ഇതിനെ ഓടുന്നത്. അപ്പൊ അതെന്താണ് അവിടെ മീൻ ചെയ്ത്? ദൈവത്തെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ സയൻസും മാത്തമാറ്റിക്സും മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടുമെന്നല്ല. അവിടെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ജ്ഞാനത്തോടെ ഈ ഭൂമിയിൽ ദൈവപുത്രനെ വെളിപ്പെടുത്തി ജീവിക്കാൻ കഴിയുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ദൈവത്തെ ഭയപ്പെടുന്നതിൽ വളർന്നു വരുന്തോറും സ്വർഗം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള വിവേകം അവനുണ്ടാകും, അല്ലെങ്കിൽ അവന് ബുദ്ധി ഉണ്ടാകും എന്നാ പറഞ്ഞത്. അങ്ങനെ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ വാസ്തവമായി യേശുക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് യേശുവിനെ കേട്ട് നടക്കുന്ന ഒരു സ്വഭാവ രീതി വ്യക്തിപരമായും കുടുംബമായും സഭയായും നമുക്കുണ്ടാകാതെ നമുക്ക് ഈ സമൂഹത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കാനും കഴിയത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയെ നാം തിരിച്ചറിയുന്നില്ല. നമ്മൾ എത്ര ഭോഷന്മാരായി മാറുക. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഫൂൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവനെ മൂഢൻ എന്ന് വിളിച്ചിരിക്കുന്നത്? അതൊരു മടിയനെ എന്തിനാണ് മൂഢൻ, ദുഷ്ടൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാമല്ലോ, മടിയനും ദുഷ്ടനുമായ ദാസനെ എന്ന് ഒരു താലന്ത് കിട്ടിയവനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പിള്ളേരോട് പറയുന്നതിന്റെ താലന്ത് മത്സരത്തിന്റെ കാര്യമാണ് പറയുന്നത്. എന്റെ മോനെ, നിന്റെ താലന്തൊന്നും കുഴിച്ചിട്ടേക്കരുത്, നീ താലന്തെല്ലാം ഉപയോഗിച്ചോണം, പാട്ടുപാടാൻ കഴിവുള്ളവൻ എന്ന് പറയണം. നമുക്കറിയാലോ, 10 വാക്യം ഒരുത്തൻ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അവൻ ആ സത്യത്തിൽ താലന്ത് ഉപയോഗിച്ചതെന്ന് പറയും. വി ആർ ഫൂളിഷ്. ഇവൻ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവന്റെ ജീവിതം കണ്ടിട്ട് വേണം പറയാൻ അവൻ താലന്ത് ഉപയോഗിച്ചവനാണോ അല്ലയോ എന്ന്. നമ്മുടെ താലന്ത് പരിശോധിക്കപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലാണ് നമ്മുടെ താലന്ത് പരിശോധിക്കപ്പെടും. ഒരു ദിവസം നമ്മുടെ കർത്താവ് വരും. അന്ന് കർത്താവ് ചോദിക്കും നീ മടിയനായിരുന്നു അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. ലേസിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം ഈ സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യാത്തത് അത് പാപമാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന പാപം. നമ്മൾ പറയുന്നത് ഞാൻ അത് ചെയ്തില്ല, ഞാൻ ഇത് ചെയ്തില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല. ശരിയാ, നീ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? നീ പകയ്ക്കുന്നില്ലെന്നുള്ളത് ശരി തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെ നാം വളരെ നമ്മുടെ പ്രാർത്ഥനകൾ ഈ ഉള്ള ദിവസങ്ങളിൽ വേറെ ഒന്നുമല്ല,
നമ്മളെ കൊണ്ട് ഇത് സ്വന്തം ശക്തി കൊണ്ട് കഴിയത്തൊന്നുമില്ല. അത് ഉറപ്പായ കാര്യമാണ്. അത് ഉറപ്പായ കാര്യമാണ്. നമ്മളെ കൊണ്ട് അങ്ങനെ കഴിയത്തില്ല എന്ന് അറിഞ്ഞിട്ടാണ് കർത്താവ് ഈ ലോകത്ത് വന്ന് തന്റെ രക്തം ചൊരിഞ്ഞത്. കർത്താവ് അതിനു വേണ്ടിയിട്ടാണ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്കൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ കർത്താവിന് കുറെ പാടി, കർത്താവിനെ കുറെ സ്തുതിച്ച്, കർത്താവിനെ പ്രകീർത്തിച്ചിട്ട് കർത്താവിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇറ്റ്സ് ഫോർ അവർ ബെനിഫിറ്റ്. കർത്താവിനെ ആരാധിക്കാനും സ്തുതിക്കാനും അനേക ദൂതന്മാരുണ്ട്. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൃപയുടെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ നിയമിച്ചതെന്നാണ് എഫേസ്യർക്കെതിരെ എഴുതുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്രേസ് ഓഫ് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദിസ് ലോലി ലൈഫ്സ് where God gets glory. എങ്ങനെ നാം ക്രിസ്തുവിനെ തന്റെ കൃപയാൽ വെളിപ്പെടുത്തുമ്പോൾ ദൈവം മഹിമപ്പെടുമെന്നുള്ളതാണ് അതിനകത്തെ കാര്യം. ഈ പുഴുവായിരിക്കുന്ന മനുഷ്യന്, ഈ പൊടിയായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിന്റെ പുത്രന്റെ സ്വഭാവത്തിലേക്ക് അവൻ വരുമ്പോൾ അത് കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത് വീണുപോയ മനുഷ്യന്റെ ആ പരിതാപകരമായ അവസ്ഥയിൽ ഒരിക്കലും റിസ്റ്റോർ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത് അവനെ ദൈവപുത്രനെ പോലെ ആക്കി തീർക്കുന്ന ദൈവത്തിന്റെ മഹത്വകരമായ പ്രവൃത്തിയിൽ ദൈവം നമ്മളെ ആഡ് ചെയ്തു എന്നുള്ളതാണ് അതിന് മുഖ്യം. നമ്മളിവിടെ കൂട്ടായി ഈ രാത്രി എന്തിനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? എന്തിനാണ് ഈ ദിവസങ്ങൾ നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനകൾ നടത്തുന്നത്? വേറെ ഒന്നുമല്ല, ആ സ്വർഗത്തിലെ ദൈവം എന്ത് പർപ്പസിന് വേണ്ടി വിളിച്ചിരിക്കുന്നോ ആ പർപ്പസിലേക്കായി തീരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്തൊരു കാര്യം നമുക്കറിയാം. ഇത് പുതിയ നിയമത്തിനകത്ത് പൗലോസ്ലീഹ പറയുമ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു വാക്യങ്ങൾ, നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നല്ലോ, ഒരു വാക്യം ഞാൻ വായിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാമത് ഇതേപോലെ തന്നെ. അതിന്റെ 15-ാം വാക്യം. അധ്യായം മാസ്റ്ററെ? 5-ാം അധ്യായം. 1 തെസ്സലോനിക്കർ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പൻ. നമ്മൾ ആർക്കും തിന്മ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് കാര്യം. ഇവിടെ എഴുതിയിരിക്കുന്നത് തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവീൻ. കണ്ടിന്യൂസ്ലി. നമുക്കൊരു തീത്തോസ് എഴുതിയ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ സൽപ്രവർത്തികൾക്കായിട്ട്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം സൽപ്രവർത്തികൾക്കായിട്ട് സ്നേഹത്തെ നിയമിച്ചിരിക്കും. സൽപ്രവൃത്തി എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ അത് ശുഷ്കാന്തിയോടെ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രവൃത്തി എന്ന് പറയും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാര്യ ഭർത്താവിന്, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ കീഴടങ്ങിയിരിക്കുമ്പോൾ ഷീസ് അഡോൺഡ് വിത്ത് ദ ഗുഡ്നെസ്. സമൂഹത്തിന് അവിടെ നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് നന്മയാണ്? ഞാൻ പറഞ്ഞത് കത്തോലിക്കന് പറയുന്നത് പോലെ രക്ഷ പ്രാപിക്കാൻ ചെയ്യുന്ന നന്മയെ കുറിച്ചല്ല ഈ പറയുന്നത്. ദൈവം നമുക്ക് വേണ്ടി പർപ്പസ് ചെയ്തിരിക്കുന്ന ദൈവവചനത്തിന്റെ അനുസരണം നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ അത് വെളിപ്പെടുത്തുന്നതിലൂടെ ചെയ്യുന്ന നന്മയെ കുറിച്ചാണ് പറയുന്നത്. അത് നാം രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം തന്നതല്ല, അത് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ദൈവം തന്നതാണ്. അല്ലെങ്കിൽ തന്റെ രക്ഷ നമുക്ക് തന്നതിന്റെ പർപ്പസ് തന്നെ, നമ്മളെ നീതീകരിച്ചതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം തന്നെ ഒരു ഭർത്താവ് ഭാര്യയെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് കഴിയത്തുള്ളൂ, അതൊരു വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിക്ക് കഴിയത്തുള്ളൂ. എന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി തന്നെ ചെയ്യുന്നതെന്നറിയാവോ? കൈ കെട്ടിയിരിക്കുക. അതുകൊണ്ട് എഫേസ്യർക്കെതിരെ ഉറങ്ങുന്നവനെ നീ ഉണരുക, നിന്റെ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊടുക്കുക. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് കാരണം പരിശോധിക്കണം. കാരണം ഇത് ദുഷ്കാലമാണ്. നമുക്കറിയാം, ഭാര്യയെ സ്നേഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ പോലും പലതിനകത്ത് തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്.
വളരെ സൂക്ഷിക്കേണ്ട കാലം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇപ്പം നമുക്കിങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പലതിനകത്തും ചെന്ന് പെടുന്നില്ലെന്ന് മാത്രം, ദൈവത്തിന്റെ കൃപയപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. മറ്റുള്ള സമൂഹത്തിനുള്ള പ്രശ്നം അതാണ്. അവരുടെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് തന്നെ മൊബൈലാണ്. എന്തെല്ലാം വഴിപഴച്ച രീതിയിലേക്ക് നമ്മൾ പോകും. നമ്മുടെ ഹൃദയം എത്രത്തോളം തെറ്റിപ്പോകുന്നു. ഇങ്ങനൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, ഇത് സമയം വീണ്ടുകൊള്ളാനുള്ള സമയമായി. ഇനി മടി പിടിച്ചിരിക്കാനുള്ള സമയമില്ല. അതെ, എഫേസ്യർ വായിക്കുന്നത് അതുകൊണ്ട് സമയത്തെ വീണ്ടുകൊള്ളുവീൻ എഴുതിയേക്ക്. റിഡീം ദ ടൈം ഫോർ ദ ഡേയ്സ് ആർ ഈവിൾ. ഈ രാത്രിയിലൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ദിസ് ഈസ് ദ ടൈം ഓഫ് റിഡംഷൻ. നിങ്ങൾ രാത്രിയിൽ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കേവലം ഒരു കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ ചിലതിനൊക്കെ വീണ്ടെടുക്കുക. റിഡീമിങ് ദ ടൈം when you decide to follow Jesus. നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ, കർത്താവ് നടന്നതുപോലെ നടക്കാൻ, കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, കർത്താവ് കൈക്കൊണ്ടതുപോലെ കൈക്കൊള്ളാൻ, കർത്താവ് നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതുപോലെ വെച്ചുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ we are redeeming the time. ദൈവത്തിന്റെ സന്നിധി നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു കർത്താവിന്റെ അതേ വെളിപ്പെടുത്തും ചെയ്തു. പൗലോസ് പറഞ്ഞതുപോലെ ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. ന്യായപ്രമാണ പ്രകാരം നോക്കുകയാണെങ്കിൽ പൗലോസ് ഒരു അനന്യനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ബ്ലെയിംലെസ് വ്യക്തിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ചെയ്യാത്തോ എന്നുള്ള അർത്ഥമല്ല. ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നതൊക്കെ പുറമേ നിന്ന് നോക്കിയാൽ പൗലോസ് ഒരു പെർഫെക്റ്റ് ആയ വ്യക്തിയായിരുന്നു. പൗലോസ് പറയാണ്, എന്നാൽ ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താ? നമ്മുടെ സ്വന്തം നീതിയാണ്. കുടുംബ പ്രശ്നം പോലും പരിശോധിച്ച് നോക്കിയാൽ എവിടെയോ ആരൊക്കെയോ സ്വന്തം നീതി സ്ഥാപിക്കാൻ പോയതിന് കുഴപ്പമില്ല. എന്നാൽ ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതിയല്ല, ദൈവം ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ദൈവിക നീതി തന്നെ ലഭിച്ച്, കർത്താവേ അങ്ങയുടെ നീതി, അങ്ങയുടെ ജ്ഞാനം, അങ്ങയുടെ വിവേകം, നമുക്ക് ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ക്രിസ്തീയ ജീവിതം കർത്താവിനോട് ചേർന്ന് നമ്മൾ നടക്കുക മാത്രമല്ല, കർത്താവിനെ ചേർന്ന് നടക്കുന്നതിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ, കർത്താവ് സംസാരിച്ചതുപോലെ സംസാരിക്കാൻ. 3 കാര്യങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവവാസം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾക്ക് ന്യായവിധി ഉണ്ടാകുന്നതാണ് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിൽ നിന്ന്. 1 നമ്മുടെ സംസാരം, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ, 3 നമ്മുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മുടെ നടത്തം. നമുക്കറിയാം, നമ്മുടെ ചിന്തകളൊക്കെ ദൈവം പരിശോധിക്കുന്ന ദിവസം വരുന്നു. കർത്താവെ, ഞാൻ എവിടെയെല്ലാം ലേസി ആയിട്ടിരുന്നു. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല. ആ കുഴപ്പം കാണിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട്. എന്താ കുഴപ്പം കാണിച്ചില്ല നമ്മൾ പറയുന്നത്? ഞാൻ പ്രത്യേകിച്ച് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്യാൻ പാടില്ലാത്തതൊന്നും ഞാൻ ചെയ്തില്ല. അങ്ങനെയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ കർത്താവ് ഒരു പുതിയ സൃഷ്ടിയാക്കി വെച്ചിരിക്കുന്നത്. മറ്റുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഒരു പക്ഷെ ഉത്സാഹികളായിരിക്കാം, നമ്മുടെ ജോലി സാഹചര്യത്തിൽ നമ്മൾ ഉത്സാഹികളായിരിക്കാം. അതിന് നമ്മൾ ഉത്സാഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളും ഈ ലോകത്തിന്റെ സിസ്റ്റങ്ങളായിരിക്കാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ആത്മീയമായിട്ട് നമുക്കൊരു ഉത്സാഹമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആയിരിക്കണം. സഭയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ നമുക്ക് ദൈവം ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ ആത്മീയവും ഭൗമികവുമായ ജീവിതത്തെ രണ്ടായിട്ട് കാണാതെ, ഞാൻ ഈ ഭൗതിക ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവനാണ്. അതിനാണ് ദൈവം എനിക്ക് ജോലി തന്നത്. ഞാനൊരു അടിമയായിരിക്കാം. നമ്മുടെ ഇടയിലൊക്കെ ഇന്നത്തെ വലിയൊരു ഉപദേശ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അടിമയാണോ? ഇനി നീ സ്വതന്ത്രനാണ്. ശരിയാണ്, ക്രിസ്തുവിലാണ് സ്വതന്ത്രനാണ്. പക്ഷെ അവൻ അടിമയായിട്ടിരുന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവൻ. ഒരു യജമാനാക്കി വെച്ചിരിക്കുന്നത് അവനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ യജമാനാക്കി വെച്ചു. അല്ല കുറെ കാശുണ്ടാക്കാനല്ല വെച്ചു. ഓരോരുത്തരെയും നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷൻസ്, ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ്? കർത്താവെ, അതിനാണ് നീ രക്തം ചൊരിഞ്ഞത്, അതിനാണ് നീ പരിശുദ്ധാത്മാവിനെ തന്നത്, അതിനാണ് കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങ് ഒരു ഇൻക്യൂബേറ്ററിൽ ഒരു കൊച്ചിനെ വെക്കുന്നത് പോലെ സഭയിൽ കൊണ്ടുവന്ന് ഓരോരോ വിശ്വാസികളെ ദൈവം വെച്ചിരിക്കുന്നത്. Where we get nutrients, where we grow together.
നമ്മൾ ഒരുമിച്ചാണ് വളരുന്നത്. പൗലോസ് പറയുന്നത് ഞങ്ങളും നിങ്ങളുടെ കൂടെ വാണിരുന്നെങ്കിൽ കൊള്ളാം. നമ്മൾ ഒരുമിച്ചുള്ള ഒരു പണിയാണ് നടക്കുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതിന്റെ നിവാസം നമുക്കറിയാം. എഫേസ്യർക്കെതിരെ വായിക്കുന്നത് നാം ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് പണി. നമ്മൾ ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിനെന്നല്ല, ദൈവത്തിന്റെ ഹാബിറ്റേഷൻ തന്നെ നമ്മളായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വേർ ഗോഡ് ക്യാൻ ഡ്വെൽ, വേർ ഗോഡ് ക്യാൻ റെയിൻ, റൂൾ. നമുക്ക് ദൈവകാര്യങ്ങൾ നമ്മൾ തന്നെ കൊടുത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ അങ്ങനെ ആണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? നമ്മൾ ആ മടിയനെ കുറിച്ച് വായിക്കുമ്പോൾ പറയുന്ന പോലെ വലിയ സിംഹമുണ്ട്, അയ്യോ വലിയ ഘോരസിംഹമുണ്ട്. പലപ്പോഴും പേടിയാണ്, മുന്നോട്ട് പോകാൻ വയ്യ. ഞാൻ അങ്ങനെ സ്നേഹിച്ചാൽ, ഞാൻ അവനെ എന്നെ പോലെ തന്നെ സ്നേഹിച്ചാൽ അവൻ എൻ്റെ തലയിൽ കയറുമോ? ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല തടസ്സങ്ങളാണ്. സുവിശേഷം അറിയിക്കുന്നതിന് പ്രയാസം, നമുക്കല്ലാതെ ഉള്ള കാര്യങ്ങൾ നമുക്കൊക്കെ പ്രയാസം. അത് മാത്രമല്ല, ഈ മടിയന്റെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ജസ്റ്റ് ഒന്ന് വായിക്കുക. അതിന്റെ ആ ഏറ്റവും അപകടകരമായ ഒരു വസ്തുത അതാണ്. അതിന്റെ സദൃശവാക്യങ്ങൾ അതിന്റെ 26-ാം അധ്യായം, അതിന്റെ 16-ാം വാക്യം. ബുദ്ധിയോടെ പ്രതിവാദിപ്പാൻ പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. ഇതാണ് ഏറ്റവും അപകടകരമായ ഒരു മടിയന്റെ അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ടിരുന്നിട്ട് നമുക്ക് തോന്നുന്ന ഒരു തോന്നലാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അപകടം. അത് ആരെയും ബാധിക്കാം. ഞങ്ങളെപ്പോലുള്ള ശുശ്രൂഷകരെ ബാധിക്കാം, ഏത് വിശ്വാസിയെ ബാധിക്കാം. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വായിക്കുന്നത് ബുദ്ധിയോടെ പ്രതിപാദിക്കാൻ പ്രാപ്തിയുള്ള 7 പേര്. 7 പേരെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സമ്പൂർണ്ണതയെ കാണിക്കും. അല്ലെങ്കിൽ സമ്പൂർണമായ ജ്ഞാനികളെക്കാളും ഇവിടെ ഞാൻ ജ്ഞാനി എന്ന് മടിയെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാനൊരു പോകുന്നത് മിടുക്കാണെന്നും ഞാൻ ഈ ചെയ്യുന്ന രീതി വളരെ ആത്മീകമാണെന്നും ഒരുവന് തോന്നുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു സ്വയ സംതൃപ്തി, നമുക്കറിയാമല്ലോ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവനാണ് ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുന്നത്. എന്നാൽ ആത്മീകമായ ദാരിദ്ര്യമല്ല, ആത്മാവിലൊരു ദാരിദ്ര്യം. എനിക്ക് മുന്നോട്ട് പോകണം, എനിക്കിനിയും വ്യത്യാസപ്പെടണം എന്ന് ചിന്തിക്കാതെ ഞാനൊരു ജ്ഞാനിയാണ്, അവൻ ഉണ്ടാക്കിയ ധാർമ്മിക ബോധമാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഈ രാത്രി പ്രാർത്ഥനകൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങയുടെ നീതിക്കൊത്തവണ്ണം, അങ്ങയുടെ ആ വിശുദ്ധിക്കൊത്തവണ്ണം, അങ്ങയുടെ ആ നിലവാരത്തിനൊത്തവണ്ണം കാര്യങ്ങളെ കാണാനും എൻ്റെ സ്വന്തം ബുദ്ധിയിൽ സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ച് ഞാൻ നശിച്ചു പോകാതെ എന്നെ കാക്കണം, എൻ്റെതായ വഞ്ചനകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മളെ കഴിവുകേട് പറഞ്ഞാൽ മതി, നമുക്ക് അതിനുള്ള പ്രാപ്തി നൽകാൻ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മുന്നിൽ. നമ്മൾ ഇന്ന് രാത്രി അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ദൈവം നമ്മളെ കർത്താവ് പറയാൻ, ഞാൻ നിന്നെ സഹായിക്കും, രക്ഷ യഹോവെങ്കിൽ നിന്ന് വരുന്നതാണ്, കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ദൈവം ആഗ്രഹിക്കുന്ന നീതിയിലും വിശുദ്ധിയിലും സഭ മുന്നോട്ട് പോകുന്നില്ല. കാരണം അതുകൊണ്ട് എന്ത് പറ്റി, വേണ്ടാത്തതെല്ലാം കയറി വന്നു. നമ്മൾ അതിന് സബ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി വെച്ചു. നമ്മുടെ ഹോളിനെസ്സിനും റൈറ്റസ്നെസ്സിനും നമ്മൾ സ്റ്റാൻഡേർഡ്സ്, ദൈവം പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് മാറ്റിയിട്ട് കുറെ സബ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി വെച്ചിട്ട് we become self satisfied and we think we are wise people. അത് നമ്മുടെ തോന്നലാണ്, അത് സത്യമല്ലത്, അത് കേവലം ഭോഷത്വമാണ്, അത് ജ്ഞാനമല്ലത്. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ടു തുടങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന രൂപാന്തരമാണ് യഥാർത്ഥ ജ്ഞാനം. ദൈവത്തെ ഭയപ്പെടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ദൈവികമായിരിക്കുന്ന വിവേകമാണ് യഥാർത്ഥ വിവേകം.
നമുക്ക് ദൈവകരങ്ങൾ കൊടുത്ത് നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന ആ നിത്യമായ പ്രത്യാശയിൽ എത്തുവാൻ, ദൈവത്തെ മഹിമപ്പെടുത്താനും ദൈവം നമ്മെ സഹായിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കും പറയട്ടെ. താങ്ക് യു.